ഇനി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ മെഷറിംഗ് കപ്സ് ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പലർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ വീട്ടിൽ എല്ലാം ഉള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്, ഒരുപാട് ചെറുതല്ല വലുതല്ല, ഒരു മീഡിയം സൈസ് ഗ്ലാസ്സിൽ ചായക്കൊക്കെ എടുക്കുന്നത് ആ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം വേണം. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് വെക്കുക. സ്റ്റീലില്ലെങ്കിൽ അലുമിനിയം പാത്രമായാലും മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് അതെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കാം. ഈ മൈദപ്പൊടി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ആ എണ്ണ നമ്മൾ തേച്ച് പിടിപ്പിച്ച എല്ലാ ഭാഗത്തും മൈദ ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കുക. ഈ ബാക്കിയുള്ള മൈദ മാറ്റിക്കളയാം. ഇനിയിപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. എല്ലാം ഇതേ ഗ്ലാസ്സിൽ വേണം അളക്കാനായിട്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ മൈദ ചേർത്തു. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പക്കാരം. ഇത് ഇത്രയും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്, എന്നാലേ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തു. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർക്കണം. 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ എടുക്കാം. ഇതിനി നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർക്കാം. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 3-4 സെക്കൻഡ് നിർത്തി അടിച്ചെടുത്താൽ മതി. ഇതുപോലെ പതഞ്ഞ് കിട്ടണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ഓയിലും കൂടി ചേർക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത കൂട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ മൈദ ഇതിലാണ് അരിച്ചെടുത്തത്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അത് മുട്ടയുടെ കൂടെ ഇട്ട് അടിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മൈദയിൽ നിന്നും പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സ്പീഡിലിട്ടൊന്നും അടിക്കരുത്, വളരെ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കുറച്ച് സ്പീഡാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം മിക്സ് ചെയ്തതിന് ശേഷം 1/4 ഗ്ലാസ് പാലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്ലോ ആയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. 1/4 ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്, തിളപ്പിച്ചാറിയ പാലാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ അളക്കാൻ നോക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിരുന്നു. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. എല്ലാ സൈഡ്സും ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുട്ട അടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നേരത്തെ ചൂടാക്കാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയൊരു പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം, ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട്. ഞാൻ സാധാരണ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് മണൽ ഇട്ട് കൊടുക്കാം, അതിന് മുകളിലായിട്ട് ഈ പാത്രം വയ്ക്കാം. അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് വിതറിയതിന് ശേഷം ഈ പാത്രം വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്ന് വെച്ചാലും മതി. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കുക്കറിൻ്റെ വിസിലും വാഷറൊക്കെ ഊരിയിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ടിന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 40 മിനിറ്റ് വരെ നിങ്ങളിത് തുറക്കാനേ പോകരുത്. അതിന് ശേഷം ജസ്റ്റ് തുറന്ന് നോക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയാൽ നമ്മുടെ കേക്ക് ശരിയായി കിട്ടില്ല. ഇതിപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കുകയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കാണുമ്പോൾ കേക്ക് റെഡിയായ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് കുത്തി നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ മാക്സിമം നമ്മളൊരു 40 മിനിറ്റിന് ശേഷം ജസ്റ്റ് തുറന്ന് നോക്കുക. വെന്തില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ല, കുത്തി നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ആ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് പതുക്കെ എടുക്കാം.
ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. തൊടുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു മെഷറിംഗ് കപ്പും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിലായാലും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് വിടിച്ചെടുക്കാനായിട്ട്. കത്തി വെച്ച് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്ന് വിടിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ചൂടോട് കൂടി തന്നെ എടുക്കരുത്, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല, കേക്കിങ്ങിലൊന്നും ഒരുപാടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് മൈദപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ മൈദപ്പൊടി നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത്രയും സ്പോഞ്ചി ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ കുക്കറിൻ്റെ ചൂടൊക്കെയാണ്. കുക്കർ നമ്മൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ കേക്ക് ടിന് വെച്ച് വീണ്ടും 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ബേക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് തന്നെയൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും സ്പോഞ്ചാണ്, അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ നമുക്ക് വേണ്ടി വരുള്ളൂ. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് കേട്ടോ. ഒരുപാട് ചൂടോടെ എടുക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതേപോലെ ഇതേ മെഷർമെൻറ്റ്സിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്